അയല മുളകിട്ട് കറി വെക്കാൻ വേണ്ടത്. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു അയലയാണ്. ഇതൊരു 1/4 കിലോയും ഇങ്ങനെ കുറച്ചും കൂടി ഉണ്ട്. 1/2 കിലോ ഇല്ല, ഒരു അത്യാവശ്യം വലിയ അയലയാണിത്. ഇത് ഞാൻ വെട്ടി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഞാൻ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു 12 വറ്റൽമുളക് വേണം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലി, പിന്നെ ഒരു ഇച്ചിരി ഉലുവ. എന്ന് പറഞ്ഞാൽ കാലൊന്നുമില്ല, കുറച്ചിട്ടാൽ മതി. എന്ന് വെച്ചാൽ ഉലുവ ഒരുപാട് കടന്നു കഴിഞ്ഞാൽ കറിക്ക് കൈപ്രസം വരും. അതുകൊണ്ട് കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. ഞാനിവിടെ ഒരു 8 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല അരച്ചെന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം കുടംപുളി, കറിവേപ്പില, പിന്നെ വേണ്ടത് ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് അയല മുളകിട്ട് കറി വെക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചീഞ്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാല, അതിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ പോകും. ഉള്ളി എന്ന് വെച്ചാൽ ഉള്ളിയിൽ കുറച്ച് വെള്ളമയം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് മറ്റേ നമ്മളെ മുളകും മല്ലിയൊക്കെ ഇടുമ്പോഴത്തേക്ക് മൂക്കാൻ കുറച്ച് താമസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റുന്നത്. അപ്പോൾ ഉള്ളിയുടെ ഒന്ന് വെള്ളമയം പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മല്ലിയും മുളകും ഉലുവയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം മല്ലിയും മുളകും ഉലുവയും കൂടെ ഞാൻ വറുത്തിട്ടുണ്ട്. നല്ല ഇതിപ്പം മൂത്തിട്ടുണ്ട്. മൂത്തെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മല്ലിയുടെയും പിന്നെ മുളകിൻ്റെ അരിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് മൂത്തൊന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് സ്റ്റൗ ഓഫാക്കി. ഇനി ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനി ഞാൻ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അപ്പം ഞാനിത് അരച്ചിട്ട് ഇത് ചൂടാറിക്കഴിഞ്ഞ ശേഷം മാത്രം അരയ്ക്കാൻ നോക്കുക. അപ്പോൾ ചൂടാറിക്കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ക്രിസ്പി ആവും. അപ്പം നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് അരഞ്ഞു കിട്ടും. അപ്പം മിക്സിയിലിടുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ചൂടാറി കഴിയുമ്പോൾ ഞാൻ നല്ല ക്രിസ്പി ആവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആദ്യമേ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കുക. അപ്പം നല്ല പേസ്റ്റ് പോലെ ആയിക്കോളും. ചെറിയ ബൗളിൽ അരയ്ക്കാൻ നോക്കട്ടെ. ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് കുറവല്ലേ. ക്വാണ്ടിറ്റി കുറവുള്ളപ്പോൾ നമ്മൾ കുഞ്ഞ് ബൗൾ എടുത്തിട്ട് അരയ്ക്കും. അപ്പം ഞാനിത് അരച്ചിട്ട് വരട്ടെ. ഞാൻ ആ മസാല അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ഞാനത് ബാക്കി കുറച്ച് കഴുകിയും കൂടെ ഒഴിക്കുന്നതാണ്. നമ്മൾ വെള്ളം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഒഴിക്കാം. അപ്പം നമുക്ക് കുറുകിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കില്ല, കുറച്ച് നല്ല നീണ്ടിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ എരിവൊന്നും ഉണ്ടാകത്തില്ല. കളർ കാണുമ്പോൾ ആയിരിക്കും നമ്മൾ ഭയങ്കര എരിവ് വന്നു. ഇത് ഉള്ളി അധികം ചേർത്തിരിക്കുന്നതുകൊണ്ട് കറിക്ക് എരിവൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി ഇടേണ്ട ഇപ്പം ഇത് നമ്മൾ അരച്ചു വെച്ച മസാല ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു കുടംപുളി, ചെറിയ കുടംപുളിയാണ് ഞാൻ എടുത്തേക്കണം. അത്യാവശ്യം നല്ല പുളിയുള്ള കുടംപുളിയാണ്. അപ്പം ഞാനത് ചെറുതായിട്ട് 2 കഷ്ണമായിട്ട് കീറിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, അതും ഇട്ടേക്കാം. പിന്നെ ചേർക്കേണ്ടത് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് വേവിക്കുക. കഷ്ണം ഇപ്പോൾ ഇടാൻ പാടില്ല.
അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ഒരു സ്റ്റേജിൽ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ഇടാം, ഇഞ്ചിയും പച്ചമുളകും ഇടാം. പക്ഷെ ഞാൻ ഇടാറില്ല, എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയും അങ്ങനെ ചെയ്യാറില്ല, എൻ്റെ മമ്മി ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യും. ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ വേറെ ടേസ്റ്റാണ്, ഇതിന് വേറെ ടേസ്റ്റാണ്. അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ അരിഞ്ഞിടത്ത് ചേർക്കാം. ഈ ഒരു സ്റ്റേജിലാണ് അത് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വേവിക്കാൻ പോണേ. ഒന്ന് തിളക്കട്ടെ, ഇത് തിളക്കണ വരെ. തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ അരപ്പൊന്ന് വേകും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ ഇത് നമ്മുടെ കറി തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ഇതിപ്പോൾ കറി നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തീ കുറച്ചു, മസാലയൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് നടുക്കോട്ടേക്ക് ആക്കിയത്. കുറച്ച് തിളച്ചപ്പോൾ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന അയലയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ മീനും ഇതുപോലെ കറി വെക്കാം കേട്ടോ. ഇപ്പോൾ അയല മാത്രം ഇങ്ങനെ വെക്കാൻ പറ്റത്തൊന്നുമില്ല, എല്ലാ മീനുകളും ഇങ്ങനെ കറി വെക്കാം. ഞാൻ എല്ലാം ഇട്ട് കൊടുക്കണേ. മര്യാദ കഷ്ണം മസാലയൊക്കെ ശരിക്കും അതിൽ പിടിക്കുന്ന രീതിയിലൊന്ന് എല്ലാം അതിലേക്കൊന്ന് പുരട്ടി കൊടുക്കുക. ഇതിനി കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കരുത്. മസാല ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ നമ്മളൊരു 5 മിനിറ്റോളം നേരം വെച്ചിട്ടുണ്ടാവും സ്റ്റൗവിൽ ഈ മസാല തന്നെ. അപ്പം തന്നെ ഇത് നല്ല വെട്ടിത്തിളച്ച് വെന്തിട്ടുണ്ട്. ഇനിയിപ്പം കഷ്ണം ഇട്ട ശേഷം ഒന്നും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മൾ കഷ്ണം ആദ്യം ഇടാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ അങ്ങ് കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ഇത് മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മസാല വെന്തതിന് ശേഷം കഷ്ണം ഇടുന്നത്. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചട്ടിയിലും കൂടി ആയതുകൊണ്ട് പിന്നെ നമ്മളിത് ഓഫാക്കി വെച്ചാലും ആ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചും കൂടെ അതിൽ തന്നെ ഇരുന്നിട്ട് വെന്തോളും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് വേകട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമുക്ക്. നമുക്ക് തുറന്ന് നോക്കാം എന്തായിന്ന്. ഇത് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഉണ്ട്. ഇത് കുറച്ചും കൂടെ വേകാനുണ്ടത്. പിന്നെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുക. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കാണ്. രാത്രിത്തേക്ക് കഴിക്കുമ്പോഴത്തേക്കും ഇത് നല്ല മസാല ഈ എരിവും പുളിയും ഒക്കെ ഈ മീനിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ടേസ്റ്റ് വരത്തില്ല. പിന്നെ ഇത് ഇപ്പോൾ ബാക്കിയൊക്കെ വരുവാണെങ്കിൽ ഇതിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുടംപുളി ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ വേറെ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇത് ഇങ്ങനെ തന്നെ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നാളെ രാവിലെ എടുക്കാൻ നേരത്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇത് ചീത്തയാവത്തൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ അത് ചട്ടിയിൽ നിന്ന് മാറ്റരുത്. ചട്ടിയിൽ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ വെളിയിൽ വെക്കാനൊന്നും പാടില്ല കേട്ടോ. ചട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിരുന്നിട്ട് നാളെയും നമുക്ക് എടുക്കാം. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് പിന്നെയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇതിന്. അപ്പം രണ്ടും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഇതൊന്ന് ഒരു 2 മിനിറ്റും കൂടെ ഉണ്ട് സമയം. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ തുറന്നു വെക്കാം. ഇതിപ്പോൾ കഷ്ണമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഞാൻ ഇട്ടിരുന്ന മുളക് എന്ന് പറഞ്ഞത് സാധാ വറ്റൽ മുളകാണ്. കാശ്മീരി ചില്ലി അല്ല ഇട്ടിരിക്കുന്നത്. പിരിയൻ മുളക് അല്ല, നോർമൽ മുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ അതിന് എത്രയ്ക്ക് വലിയ എരിവൊന്നും കാണത്തൊന്നുമില്ല.
ഇനിയിപ്പോൾ നമ്മളിതിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. പച്ച വെളിച്ചെണ്ണ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇടാം. ഇട്ടിട്ട് ഇതങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അയല മുളകിട്ട് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ഏറ്റവും ടേസ്റ്റ് കപ്പ വേവിച്ചതും ചക്ക വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.